അടൂർ പ്രകാശിനെ SIT വിളിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാൻ കഴിഞ്ഞത്. അത് ഇന്നലെ ഞാൻ ശിവഗിരിയിൽ ഉണ്ടായിരുന്ന സമയത്ത്, അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് മാതൃഭൂമിയാണ് എന്നോട് ആ ചോദ്യം ഉന്നയിച്ചത്. ചോദ്യം ചോദിക്കുന്ന അവസരത്തിൽ തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് യാതൊരു അറിവുമില്ല, എന്നെ അങ്ങനെ വിളിച്ചിട്ടുമില്ല. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി ആണെന്ന് എനിക്ക് തോന്നുന്നു ശശി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുതിയ ഒരു പണിയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. അപ്പോൾ ശശിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരുപക്ഷെ ഞങ്ങളെയൊക്കെ നേരിട്ട് അറിയിച്ചാൽ, എനിക്ക് ഒന്നും മറച്ചു വെക്കുവാനുമില്ല, ഏതവസരത്തിൽ അറിയിച്ചാലും അവിടെ എത്തുവാനും തയ്യാറാണ്. പക്ഷേ ചാനലുകാർ പറയുന്നതനുസരിച്ച് നിങ്ങൾ പറയുമ്പോൾ ഞാൻ SITയുടെ മുമ്പിലേക്ക് പോവുക എന്ന് പറയുന്നത് അതൊരു ശരിയായ കാര്യമായി ഞാൻ കാണുന്നില്ല. പക്ഷേ ഏതെങ്കിലും അവസരത്തിൽ എന്നെ വിളിച്ചാൽ നിങ്ങളെ കൂടി അവിടേക്ക് കൊണ്ടുവരണം, അവിടേക്ക് അനുവദിക്കണം എന്ന് ഞാൻ പറയും. അതല്ല എങ്കിൽ അതിന് മുമ്പ് തന്നെ ഞാനവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളെ കൂടി അറിയിക്കുന്നതാണ്. എനിക്ക് യാതൊരു കാര്യത്തിലും മറച്ചു വെക്കാൻ ഇല്ല എന്ന് ഇത്തരണത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ഭയവും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഭയമാണെങ്കിൽ എനിക്ക് തോന്നുന്നു, ഞാൻ ഇന്നലെ ഈ പറയുന്നത് കേട്ടാൽ, ചാനലിൽ വന്ന വാർത്തകളൊക്കെ കണ്ടാൽ ഒരുപക്ഷെ എന്നെ ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും എന്നാണ് ചാനലിലെ വാർത്തകൾ കണ്ടപ്പോൾ ഞാൻ കരുതിയിരുന്നത്. ഞാൻ ഇന്നലെ ശിവഗിരിയിൽ നിന്നും നേരെ തിരുവനന്തപുരത്ത് പോയി. തിരുവനന്തപുരത്ത് മറ്റൊരു ചടങ്ങിൽ പങ്കെടുത്തു. ഇതെല്ലാം പങ്കെടുക്കുമ്പോഴും ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് ആളുകളെ അറിയിച്ചുകൊണ്ടാണ് ഇരുന്നത്. കാരണം ഒളിച്ചു പോയതാണ് എന്ന് വീണ്ടും അടുത്ത വാർത്ത നിങ്ങൾ ആരും കൊടുക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് അത്തരം കാര്യങ്ങൾ ഞാൻ ചെയ്തത്. മാത്രമല്ല, ഞാൻ എന്തായാലും SITയുടെ മുമ്പിൽ പോകുന്നതിന് മുമ്പ് ചാനൽ സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ, മാധ്യമ സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ നിങ്ങളെ കൂടി വിവരങ്ങൾ അറിയിക്കും. അവർ നിങ്ങളെ കൂടി അവിടെ അനുവദിക്കുന്നില്ല എങ്കിൽ അതിന് മുമ്പ് തന്നെ ഞാൻ പോകുന്ന അവസരത്തിൽ എന്താണ് പറയാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് കാലേ കൂട്ടി അറിയിക്കുന്നതാണ്. ആർക്ക്? എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് നിങ്ങളെ കൂടി അറിയിക്കുമെന്ന് ഞാൻ പറഞ്ഞത്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കൂടി അറിയിക്കുന്നതാണ്. സോണിയാഗാന്ധിയെ കാണാനായിട്ട് അടൂർ പ്രകാശ് അങ്ങനെ ഒരു അപ്പോയിൻമെന്റ് എടുത്തിട്ടില്ല. നിങ്ങൾക്ക് പരിശോധിക്കാമല്ലോ, നിങ്ങൾക്ക് എല്ലാ സൗകര്യമുള്ളവരല്ലേ, നിങ്ങളൊന്ന് പരിശോധിക്ക്. അടൂർ പ്രകാശ് അവിടെ ചെന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതൊന്നും മറച്ചു വെക്കുന്നില്ല. അത് മറച്ചു വെക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എൻ്റെ പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ പെട്ട ആളാണ്. അപ്പോൾ പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ പെട്ട ഒരാൾ എന്നുള്ള നിലയിൽ അദ്ദേഹം ഈ കള്ളനാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല, കള്ളത്തരമുണ്ട് എന്നറിഞ്ഞുകൊണ്ടല്ല, കൊള്ളക്കാരനാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല എങ്കിലും എന്നെ വന്ന ഒരു കാര്യം പറയുമ്പോൾ അത് കേൾക്കുവാൻ ഞാൻ തയ്യാറായിട്ടുണ്ട്. മാത്രമല്ല, ശബരിമലയിൽ നടന്ന അന്നദാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നെ ക്ഷണിച്ചിരുന്നു, ഞാനവിടെ പോയിരുന്നു, അതിൻ്റെ ഉദ്ഘാടനം ഞാൻ നിറവേറ്റിയിരുന്നു എന്ന കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാണ്. ഇനിയും പറയാനുള്ളത്, നമുക്ക് അന്ന് SIT വിളിക്കുന്ന സമയത്ത് നിങ്ങളെ കൂടെ വിളിക്കും, നിങ്ങൾ വരണം എന്നുകൂടി. നിങ്ങളുടെ എല്ലായിടത്തും തിരുവനന്തപുരത്തായിരിക്കുമല്ലോ വിളിക്കുന്നത്, എവിടെയാണെന്ന് അറിയില്ല, നിങ്ങൾക്കെല്ലാം അറിയത്തുള്ളൂ. വിളിക്കുന്നത് എവിടെയാണെന്ന് വല്ലതും അറിയാവോ? അത് വല്ലതും അറിയുന്നുണ്ടെങ്കിൽ എന്നെ കൂടി അറിയിക്കണം. എന്ന് വെച്ചാൽ എവിടെയാണ് ഞാൻ കാണേണ്ടതെന്നതിനെക്കുറിച്ച് ഇപ്പോൾ ഞങ്ങളുടെ പാർട്ടിയുടെ ക്യാമ്പ് 3, 4, 5 വെച്ചിരിക്കുകയാണ്. ആ ദിവസങ്ങളിലാണോ വെക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും ഒരു സൗകര്യപ്രദമായ ഒരു ദിവസം വെക്കുകയാണെങ്കിൽ ഞാൻ അവിടെ എത്തും എന്ന കാര്യത്തിൽ. അതുകൊണ്ട് എങ്ങും ഒളിച്ചോടി പോയില്ല. അടൂർ പ്രകാശ് ഇവിടെ തന്നെ കാണും. ഇവിടെയല്ല, ഞാൻ പറഞ്ഞത് എൻ്റെ നിയോജകമണ്ഡലത്തിലുണ്ടാകും. നിങ്ങൾക്കും അതിൻ്റെ വാർത്തകൾ കൃത്യമായി തന്നിരിക്കും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.